പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 0467220222, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506. പാടിയോട്ടുചാൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാടിയോട്ടുചാൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിനായി KSEB പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗണ്യമായി കുറഞ്ഞത് മൂലം നമ്മുടെ ആഭ്യന്തര ഉത്പാദനം ഈ വർഷം മുഴുവൻ വളരെ കുറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേവലം 16% മാത്രമാണ് നമ്മുടെ ഉത്പാദനം. കടുത്ത ചൂട് മൂലം നമ്മുടെ പ്രതിനിധിത്വം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 19 രേഖപ്പെടുത്തിയ 102.99 ബില്യൺ യൂണിറ്റാണ് നമ്മുടെ റെക്കോർഡ് പ്രതിനിധിത്വം. നമ്മുടെ ദേശഭരണയിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞതിനാൽ നമുക്ക് ഈ വർഷം അധികം വിലയ്ക്ക് വൈദ്യുതി വാങ്ങി നൽകേണ്ട സ്ഥിതിയാണുള്ളത്. ഈ ഇനത്തിൽ മാത്രം 1780 കോടി രൂപ അധിക ചെലവുണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ 565 മെഗാവാട്ട് കരാറിന്റെ അനുമതി കമ്മീഷൻ നിരസിച്ചത് മൂലം അധിക വൈദ്യുതി വാങ്ങേണ്ടി വന്ന ഇനത്തിൽ ഇതുവരെ 269 കോടി അധിക ചെലവായിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉദ്ദേശം 1100 കോടി രൂപയുടെ വൈദ്യുതി വിൽപ്പന നടത്താൻ കഴിഞ്ഞത് ഈ വർഷം നാമമാത്രമായി. ഇത്തരത്തിൽ സാമ്പത്തിക പ്രയാസം നേരിടുന്ന സമയത്താണ് കേന്ദ്രം നിർദ്ദേശമനുസരിച്ച് ഉത്തരവ് അനുസരിച്ച് നമുക്ക് ലോൺ നൽകിയിരുന്ന ബാങ്കുകളിൽ നിന്ന് തുടർന്നും ലോൺ നൽകുന്നതിന് സർക്കാർ വക വൈദ്യുതി കുടിശ്ശിക അടച്ചു തീർക്കണമെന്ന് നിബന്ധന വെച്ചത്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ നമ്മൾ ഇപ്പോൾ താൽക്കാലികമായി സാമ്പത്തിക പ്രയാസം നേരിടുന്നുണ്ട്. ഇതാണ് സ്ഥിതിയെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പും കടുത്ത വേനലും കണക്കിലെടുത്ത് നല്ല കരുതലുകളാണ് നാം കഴിഞ്ഞ മാസങ്ങളിൽ വൈദ്യുതി ഉത്പാദനം നടത്തിയത്. അതിന്റെ ഫലമായി ഇപ്പോൾ നമ്മുടെ ജലസംഭരണിയിൽ 60.14% വെള്ളമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 58.74% വെള്ളമാണ്. അധ്യക്ഷത വഹിച്ച ടി.ഐ. മധുസൂദനൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇനി വൈകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് മന്ത്രിക്ക് നേരിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കണ്ടപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, നേരിട്ട് ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. കാർഷിക പ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ്. വൈദ്യുതി ഒരു വോൾട്ടേജിന്റെ ഒക്കെ കാര്യത്തിൽ കുറേയേറെ പ്രയാസങ്ങൾ ചില മേഖലകളിൽ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ യോഗത്തിൽ തന്നെ ചില നിവേദനങ്ങൾ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഫണ്ട് വന്നാൽ ജനറേറ്ററൊക്കെ പുതുതായിട്ട് സ്ഥാപിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റി കഴിയുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എല്ലാം നടക്കുമ്പോൾ പഴയൊരു കേരളം നമ്മുടെ മുന്നിലുണ്ട്, ഓർമ്മയുണ്ട്. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും മാത്രമല്ല, വൈകുന്നേരം ഒരു 6 മണി മുതൽ 11 മണി വരെ ബൾബ് കത്തുന്നുണ്ടോ എന്നത് വിളക്ക് തെളിച്ചു നോക്കേണ്ടി വരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. എന്നാൽ ഇന്ന് ഏത് പ്രയാസങ്ങൾക്കിടയിലും ഈ രംഗത്ത് കേരളം വലിയ നിലയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രാദേശികമായിട്ടുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സെക്ഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. വളരെയേറെ അനുഭവ സമ്പത്തുള്ള ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടുള്ള പ്രസംഗം തിരുവനന്തപുരത്ത് നിന്ന് ലൈവായിട്ട് നടത്തുകയാണ്. അദ്ദേഹത്തെ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് KSEB ഡയറക്ടർ P. സുരേന്ദ്ര, ചീഫ് എഞ്ചിനീയർ ഹരീശൻ മട്ടമ്മൽ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജനി മോഹൻ, K. ദാമോദരൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം രേഷ്മ V. രാജു എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി സംഘടനകളുടെയും പ്രതിനിധികളും സംസാരിച്ചു. KSEB ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. KSEB ഉത്തര മലബാർ വിതരണ മേഖലയുടെ ഭാഗമായ ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ വരുന്ന പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷന്റെ പരിധിയിലാണ് പാടിയോട്ടുചാൽ സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത്.
കണ്ണൂർ ജില്ലയുടെ ഗ്രാമീണ കർഷക മലയോര മേഖലകളായ പെരിങ്ങോംവയക്കര, ചെറുപുഴ, എരമംകുറ്റൂർ, കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തുകളിലെ 14,200ഓളം ഉപഭോക്താക്കൾക്ക് നേരിട്ടും 60,000 പേർക്ക് പരോക്ഷമായും പാടിയോട്ടിച്ചാൽ സെക്ഷനിൽ നിന്നുള്ള സേവനം പ്രയോജനപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയാൽ പോരാ, പരിശുദ്ധി, വിശ്വാസ്യത എല്ലാം നോക്കണം. അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ. പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ്. കേരള, കൽക്കത്ത, രാജ്കോട്ട്, നാഗാസ്, ടർക്കിഷ്, ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില, വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ പണിക്കൂലി. എല്ലാ ആഭരണങ്ങൾക്കും HUID മുദ്രണം, വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം. പുതുമന ഗോൾഡ് ഹൗസ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 046722022122, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506.